കായവട്ടം വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മ വീട്ടിലിത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് കൂട്ടി കഴിക്കാറുമുണ്ട്. അമ്മ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു കുറച്ച് വ്യത്യാസമായിട്ട് ഞാനിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. ഉണ്ടാക്കുന്ന രീതിയിലും ഒരു കുഞ്ഞു വ്യത്യാസമുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പച്ച നേന്ത്രക്കായ തന്നെ. 2 പച്ചക്കായാണ് എടുത്തുള്ളത്. അത് ഏകദേശം 350 ഗ്രാം വന്നിട്ടുണ്ട്. അതിൻ്റെ മൂലയ്ക്കുള്ള ഭാഗങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം നേരെ വട്ടത്തിലരിഞ്ഞ് വെള്ളത്തിലേക്കിട്ട് 2 പ്രാവശ്യം കഴുകുക, 2-3 പ്രാവശ്യം കഴുകുക. അതിനുശേഷം നെകയ്ക്ക് വെള്ളം ഒഴിച്ചു വയ്ക്കുക. വെള്ളം ഞാൻ ഒരല്പം കൂടുതൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം ഇതാണ്. അടിയിൽ പറ്റി പിടിച്ച് പോവാതിരിക്കാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് അത് പിന്നീട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളം കുറച്ച് ബാക്കി നിൽക്കുന്ന പാകത്തിനായിട്ടാണ് ഞാൻ എടുക്കുക. ഇതായിപ്പോൾ പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നിറത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ. എരിവിന് വേറെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ഞാനൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഒരു 3-4 മിനിറ്റോളം അങ്ങനെ തന്നെ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. ഇനി ഒരു 100 ഗ്രാം ചിരവിയ തേങ്ങ, 2 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടി ചേർത്ത് ഒതുക്കിയെടുക്കണം. ദാ ഇതേപോലെ. ഇനി നമ്മൾ വേവാൻ വെച്ച കായ പാകമായോ എന്ന് നോക്കാം. ഏകദേശം 3.5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം മുക്കാലും വറ്റിയിട്ടുണ്ട്. അടിയിൽ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് വേണം. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം ഒരു 30 സെക്കൻഡോളം അടച്ചു വെച്ച് ചെറിയ തീയിൽ വെച്ചു കൊടുക്കുക. ആ ഒരു ചൂടിൽ നമ്മൾ ചേർത്ത തേങ്ങയൊന്ന് വെന്ത് കിട്ടും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊരു 30 സെക്കൻഡിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞു സ്റ്റെപ്പും കൂടി ബാക്കിയുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. അമ്മ ഉണ്ടാക്കുന്നതിലും ഞാൻ ഉണ്ടാക്കുന്നതിലുള്ള രണ്ടാമത്തെ വ്യത്യാസം ഈ തേങ്ങ ചേർക്കുന്നതാണ് കേട്ടോ. അമ്മ തേങ്ങ ചേർക്കാതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അതും ടേസ്റ്റാണ്, ഇതും ടേസ്റ്റാണ് കേട്ടോ. രണ്ടും ട്രൈ ചെയ്ത് നോക്കണേ. പച്ചക്കായ കൊണ്ട് ഒരുപാട് വിഭവങ്ങളുണ്ട് അല്ലേ. നമ്മുടെ ചാനലിലും ഉണ്ട് 3-4 വിഭവങ്ങൾ. ചെക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. കമൻറ്റും ഷെയറും ഒന്നും മറക്കരുത്. പിന്നെന്താ, ലവ് യു ഓൾ.